സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ എണീച്ചപ്പോൾ തന്നെ എന്റെ മുമ്പിലേക്ക് വന്നൊരു വാർത്ത എങ്ങനെയാണ്? LDF പോലെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കാതിരിക്കലല്ല UDFന്റെ രീതി. VD സതീശൻ ചേട്ടൻ ഇന്ന് രാവിലെ തന്നെ നുണ പറയാൻ തുടങ്ങിയിരിക്കുന്നു. പച്ചയ്ക്ക് ഞാൻ പറയുന്നു, ഇത് മോട്ടാൻ മുഴുത്ത നുണയാണ്. ഇനി ഇത് നുണയാണ് എന്ന് എനിക്ക് നിങ്ങളോട് പറയണമെങ്കിൽ എന്റെ വാക്കുകൾ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല. വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് മാധ്യമപ്രവർത്തകരെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടിരുന്നത്. രണ്ട് മാധ്യമപ്രവർത്തകരെ. ഒന്ന് മാധുവാണ്. മാധു പറയുന്നത് ആദ്യം കേൾക്ക്. എന്താണ് പ്രകടന പത്രിക? അത് എന്ന് മുതലാണ് നാട്ടുകാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്? അത് എപ്പോഴാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അറിയുക തന്നെ വേണം. ഞാൻ ആമുഖമായി ഒന്നുകൂടി പറയാൻ തീരുമാനിക്കുന്നു. അത് പ്രകടന പത്രിക നോക്കി വോട്ട് ചെയ്യുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് ഇടക്കാലത്ത് കേരളത്തിൽ ഉണ്ടായി വന്ന ഒന്നാണ്. അതിനു മുൻപ് ഉണ്ടായിരുന്നില്ല. പ്രകടന പത്രിക അച്ചടിക്കുന്നു, അത് എവിടെയെങ്കിലുമൊക്കെ മേശവലിപ്പിൽ കൃത്യമായി ഇരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ പ്രകടന പത്രിക പിന്നീട് വലിയ സംഭവമായി മാറുന്നത് പ്രകടന പത്രികയിൽ പ്രോഗ്രസ് റിപ്പോർട്ട് LDF സർക്കാർ മുന്നോട്ട് വെച്ചു തുടങ്ങി. പ്രോഗ്രസ് റിപ്പോർട്ട് മുന്നോട്ട് വെക്കുകയും ഞങ്ങൾ ഇത്ര വാഗ്ദാനങ്ങൾ പാലിച്ചിരിക്കുന്നു എന്നത് റിപ്പോർട്ട് കാർഡായി ഒരു സമൂഹത്തിന് മുന്നിലേക്ക് വെക്കുകയും ചെയ്തപ്പോഴാണ് ഇതൊരു എവിടെയെങ്കിലും ഉള്ള ഒരു പ്രഹേളികയല്ല, അതിനപ്പുറത്ത് ഇത് പിന്നീട് നമുക്ക് റീവർക്ക് ചെയ്യാനുള്ള ഒരു സംഭവമാണ് എന്ന നിലയ്ക്ക് പരിഗണിക്കപ്പെട്ടു തുടങ്ങിയത് LDF. എന്റെ സുഹൃത്തുക്കളെ, LDF സർക്കാർ ഓരോ വർഷാവർഷവും ഞങ്ങളുടെ പ്രകടന പത്രികയിലെ ഇത്ര എണ്ണം തീർത്തു എന്ന് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പിലേക്ക് എപ്പോഴെങ്കിലും 2011-16 കാലഘട്ടത്തിലെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എത്തിയിട്ടുണ്ടോ? UDF കാലഘട്ടത്തിലെ ആ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പോയിട്ട് പ്രകടന പത്രിക തന്നെ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയില്ല. അവരത് കടല പൊതിയാൻ വേണ്ടിയിട്ടൊക്കെ ആർക്കെങ്കിലൊക്കെ ചിലപ്പോൾ വിറ്റുണ്ടായിരിക്കാം. എല്ലാം വിക്കലാണല്ലോ പണി. അതിന്റെ ഭാഗമായിട്ട് കൊടുത്തിരിക്കും. പക്ഷേ LDF സർക്കാർ അതല്ല, പ്രകടന പത്രിക നടപ്പാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇപ്പൊ ഇരുന്നിട്ട് നമ്മുടെ VD സതീശൻ ചേട്ടൻ പറയാണ് ഇത് നടപ്പിലാക്കാതിരിക്കലല്ല ഞങ്ങളുടെ പണിയെന്ന്. അതായിരുന്നു അവരുടെ പണി. LDFനെ പോലെ ഞങ്ങൾ നടപ്പാക്കാതിരിക്കില്ല. നടപ്പാക്കിയ ഒരു ഗവൺമെന്റിനെയാണ് ഇരുന്ന് കുറ്റം പറയാൻ നോക്കുന്നത്. എന്തായാലും മാധു കൃത്യമായിട്ട് പറയുന്നുണ്ട്. കോൺട്രിബ്യൂഷൻ തന്നെയാണ് എന്നത് പറഞ്ഞു പോകാതിരിക്കാനും കഴിയില്ല. പിന്നീട് അഭ്യസ്ത വിദ്യരുടെ സംരംഭങ്ങൾക്ക് പലിശരഹിത വായ്പ LDF മുന്നോട്ട് വെക്കുന്നുണ്ട്. യുവ സംരംഭകർക്ക് 5 ലക്ഷം പലിശരഹിത വായ്പ UDF മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് 1-1 എന്ന നിലയ്ക്ക് നമുക്ക് പരിഗണിക്കാം. വിദ്യാർത്ഥിനികൾക്ക് മാസം 1000 രൂപ എന്നത് UDF മുന്നോട്ട് വെക്കുന്നുണ്ട്. നോക്കൂ, നമ്മുടെ ഒരു 5 ലക്ഷത്തോളം പേരാണ് ഒരു വർഷം 10ാം ക്ലാസ് പരീക്ഷയൊക്കെ എഴുതുന്നത്. അവർ തന്നെയാണ് ഈ ഓരോ വർഷവും മാറിപ്പോകുന്നത്. ഇവർക്കൊക്കെ അവരിൽ വിദ്യാർത്ഥികളുടെ ഒരു ശതമാനം നമുക്ക് വിദ്യാർത്ഥിനികളാണ് കൂടുതൽ. അപ്പൊ ഏതാണ്ട് 2-2.5 ലക്ഷം പേർക്ക് ഓരോ വർഷവും 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ നൽകുക എന്നുള്ളത് പോസിബിൾ ആണോ എന്നത് പരിശോധിക്കേണ്ടതാണ്. കാരണം UDFന്റെ ഇത്തരം വർത്തമാനങ്ങളൊക്കെ എത്രത്തോളം നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. നമുക്ക് ഇന്നലെ അറിയാം, LDFനെതിരെ ആരോപണം നടത്തിയ ഒരാളുടെ പേരായിരുന്നു രാജു പി നായർ. നന്നായി തേഞ്ഞുപോയി. അതായത് വയനാടിന് LDFന്റെ അതായത് CPMന്റെ കേന്ദ്ര കമ്മിറ്റി എത്ര രൂപ കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ വിത്തിൻ അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ഇത്രയാണ് കൊടുത്തത് എന്നതിന്റെ രേഖ LDF പുറത്തു വിട്ടു എന്നുള്ളതാണ്. ഇതുവരെയായിട്ടും വയനാടിന് വേണ്ടിയിട്ട് എത്ര തുകയാണ് പിരിച്ചത്, ആ ആപ്പ് എവിടെ, ആരുടെ അക്കൗണ്ടിലാണ് പൈസ എടുക്കുന്നതെന്ന് നമ്മുടെ ഈ നേതാക്കന്മാരുടെ UDF നേതാക്കന്മാരുടെ VD സതീശനടക്കമുള്ള നേതാക്കന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ബബ്ബ എന്ന് പറയുകയും അല്ലെങ്കിൽ ആ മൈക്ക് പിടിച്ചു മാറ്റി വേറെ വല്ല വർത്താനം പറയുന്നുള്ള ആക്രോശമല്ലാതെ വേറെ ഒന്നും കേൾക്കുന്നില്ല. ഇവരൊക്കെ അധികാരത്തിൽ കയറി കഴിഞ്ഞാലും ഇവർ പറഞ്ഞ വല്ല കാര്യങ്ങൾ നടപ്പിലാക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇതേപോലെ പെരുമാറും. ബബ്ബ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങളെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും, നീ അങ്ങോട്ട് മാറക്ക്, ആ മൈക്ക് പിടിച്ചു മാറ്റി മുണ്ടണ്ട എന്നീ പറയുന്ന വർത്തമാനങ്ങളെ ഇവർ പറയുള്ളൂ എന്നർത്ഥം. സുഹൃത്തുക്കളെ, ഇനി ഇതിന് ശ്യാമിലി ശശിധരൻ എന്തായാലും രാജു പി നായരുടെ വർത്തമാനം കേൾക്കാം. പിരിക്കുന്നില്ല, ഒരു പൈസ പോലും പിരിക്കാതെ മുഴുവൻ പണവും CMDRFലേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് വീടാന്തരം പ്രവർത്തകരോടും ഉൾപ്പെടെയുള്ള ആൾക്കാരോടും ഞങ്ങൾ പറഞ്ഞത് എന്നതാണ് CPM നേരത്തെ പറഞ്ഞത്. ഇന്നലത്തെ ചർച്ചയിൽ പങ്കെടുത്ത CPMന്റെ പ്രതിനിധിയും ഞാൻ ആദ്യം ഈ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ മറുപടി അത് തന്നെ, ഞങ്ങൾ 1 രൂപ പിരിച്ചിട്ടില്ല. അദ്ദേഹം കനകൂലുവിന്റെ കണ്ടില്ലേ? എന്തായാലും ഇതാണ് രാജു പി നായർ ഇരുന്ന് തേഞ്ഞു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ നാണക്കേട് മാറ്റാൻ വേണ്ടി ഒരു പത്രസമ്മേളനം നടത്തിയതാ. അതിനെതിരെ നമ്മുടെ ശ്യാമിലി ശശിധരൻ എന്ന് പറയുന്ന ന്യൂസ് മലയാളത്തിലെ ആ ഒരു അവതാരിക പറയുന്നത് പൊതുജനം കഴുതയല്ല. രാജു പി നായരൊക്കെ മനസ്സിലാക്കേണ്ടത് പൊതുജനം കഴുതയല്ല. അത്യാവശ്യം കേൾക്കാനുള്ള നല്ല ചെവിയും കാണാനുള്ള നല്ല കണ്ണുകളും
ഇനി അതിന് വല്ല ചികിത്സയ്ക്ക് എന്താ പറയാ പ്രശ്നമുണ്ടെങ്കിൽ, അതിന് കണ്ണിനോ ചെവിക്കോ വല്ല പ്രശ്നമുണ്ടെങ്കിൽ ചികിത്സിക്കാൻ നല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലുകളും നിലവിലുള്ള ഈ ഒരു സംസ്ഥാനത്ത് നിങ്ങൾ പറയുന്ന എല്ലാ പൊട്ടത്തരവും തൊണ്ട വീഴാതെ അങ്ങോട്ട് വിഴുങ്ങാൻ പൊതുജനം കഴുതയല്ല സുഹൃത്തെ കോൺഗ്രസ്സുകാരെ എന്നാണ് ശ്യാമിലി ശശിധരൻ പറയുന്നത്. കേട്ടോക്കൂ. ഈ പറയുന്ന കോൺഗ്രസ്സുകാർ ചലഞ്ച് ചെയ്തിട്ട് തന്നെയാണ്, അബിൻ വർക്കി അടക്കമുള്ളവർ ചലഞ്ച് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അതൊക്കെ വന്നിട്ടിരിക്കുന്നത്. അപ്പൊ ഇവർ ചോദിക്കുമ്പോഴെല്ലാം കൃത്യമായ കണക്കുകളുണ്ട് ഇവരുടെ കയ്യിൽ. പക്ഷെ മറിച്ച് അങ്ങോട്ട് ചോദിക്കുമ്പോൾ അരി എത്ര ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി, ഇതാണ് മറുപടി. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, DYFI പോലുള്ള ഒരു സംഘടനയ്ക്ക് ഇത്രയും ഈ നിസ്സാരമായ കാര്യം, ഇപ്പൊ ആക്രി വെറ്റും ഇറുക്കയും ഒക്കെ 20 കോടി സമാഹരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത്ര തന്നെ പ്രബലമായ ഒരു പാർട്ടിയല്ലേ ഇവർ സ്വാഭാവികമായും ആപ്പ് രൂപീകരിച്ച് അതിലൂടെ ഈ ജനങ്ങളുടെ ജനജീവിത ദുരിതം കാണിച്ചുകൊണ്ടും കണ്ണീര് കാണിച്ചും മാത്രമായിരിക്കില്ലേ കാശ് പിരിച്ചിരിക്കുക. അപ്പൊ എത്ര കോടി കിട്ടിയിരിക്കും സ്വാഭാവികമായും? ആ കണക്കില്ല. അതാണ് ചോദിക്കുന്നത്. എങ്കിലും ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ്, എന്റെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടെന്ന്. കണ്ടില്ലേ? ഇത് ശ്യാമിലി ശശിധരൻ കൃത്യമായിട്ട് പറയുകയാണ്. അതൊരു LDFനെ പകർത്തുകയോ DFനെ പകർത്തുകയല്ല, ഒരു യാഥാർത്ഥ്യമല്ലേ അത്. DFക്കാർ ആക്രി വിറ്റും പേപ്പർ ഓരോ വീട്ടിൽ പോയിട്ട് കളക്ട് ചെയ്ത് അത് വിറ്റിട്ടും ചായക്കട നടത്തിയിട്ടും, ഞാനൊക്കെ ചായ കുടിച്ചിട്ടുണ്ട്. അന്ന് DFI നടത്തിയ അല്ലെങ്കിൽ SFIക്കാർ നടത്തിയ ചായക്കടയിൽ പോയിട്ട് ഞാൻ ചായ കുടിക്കുകയും 10 രൂപയാണെങ്കിൽ അതിനേക്കാൾ ഇരട്ടി തുക ഞാൻ അവിടെ ഇടുകയും ചെയ്തിട്ടുണ്ട്. അവരെ കയ്യിലേക്ക് അവിടെ ഒരു പെട്ടി വെച്ചിരിക്കുന്നത്, അതിൽ കിട്ടാൽ മതി. അങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ടാണ് ഇവര് വയനാടിനെ സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്നുള്ളതാണ്. ഇത് സാധിക്കാത്തൊരാളൊന്നല്ല കോൺഗ്രസ്സുകാരെന്ന് പറയുന്നത്. പക്ഷേ അവരത് പിരിക്കും. പക്ഷെ ആ പിരിച്ച തുക ഒരു കാരണവശാലും ആർക്കാണ് കിട്ടേണ്ടത് അവർക്ക് കിട്ടില്ല. അതിന് പകരം അത് അവർ തന്നെ ഉപയോഗിക്കും. അതിന് അവർക്കൊരു ഷെയ്മേടും ഇല്ല, ഒരു നാണക്കേട് അവർക്ക് അതില്ല എന്നുള്ളതാണ്. എനിക്ക് പറയാൻ പറ്റും സനീഷിന് എത്രയുണ്ട് എന്ന് പറയാൻ പറ്റും. എല്ലാവർക്കും ഇത് പറ്റുന്നേ. അതിൽ തന്നെ അവസാനം ഈ കണക്കുകൾ നിരന്തരം ചോദിച്ചപ്പോൾ ഒരു ഘട്ടത്തിൽ VD സതീശൻ പറഞ്ഞു, എന്റെയും KPCC പ്രസിഡന്റിന്റെയും അക്കൗണ്ടിലാണ് ഈ പൈസ വന്നിരിക്കുന്നത്, ജോയിന്റ് അക്കൗണ്ടാണ്. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് മനസ്സിലായി. എന്നിട്ട് അവർക്ക് അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറ്റുന്നില്ല. അതിൽ സ്റ്റേറ്റ്മെന്റിൽ ഇത്ര ഉണ്ട് എന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ തന്നെ ഭൂമി വാങ്ങിയതിലുള്ള ചില പ്രശ്നങ്ങൾ, ആധാര പ്രകാരമുള്ള പ്രശ്നങ്ങൾ, നമ്മൾ ഇപ്പോൾ തന്നെ അതിന്റെ കണക്കുകൾ പറയുന്നു. പുതിയ ആരോപണങ്ങൾ വരുന്നു. അതിനെയും നിഷേധിക്കുകയെങ്കിലും ചെയ്യണം. അതിനു പകരം എന്ത് ചെയ്യുന്നു? പാടെ അങ്ങ് അവഗണിക്കുന്ന ആ ചോദ്യം, അത് വേണ്ട, മൈക്കങ്ങ് മേടിച്ചു, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എനിക്കത് മനസ്സിലായിട്ടേ ഇല്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്നത്, നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. വയനാട് ഇപ്പോ UDFകാര് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്, അത് സത്യമാണ്. ഇനിയിപ്പോൾ ആരെ പേരിലെന്ന് വലിയ പിടുത്തമൊന്നുമില്ല. ആ രേഖ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ കിട്ടിയ രേഖയില് ഇവർ പറയുന്നത് 5 കോടി ചെലവഴിച്ചു എന്നാണ് ആ ഭൂമി വാങ്ങിക്കാൻ. പക്ഷേ രേഖ ഞാൻ ഇവിടെ കാണിക്കാം. ആകെ ചെലവഴിച്ചത് UDFകാര് 3 കോടി രൂപയാണ്, 3 കോടി ചില്ലറ രൂപയാണ്. അപ്പോൾ ബാക്കി 1.5 കോടി ആരുടെ പോക്കറ്റിലാണ്? എന്തിനാണ് ഇങ്ങനെ 5 കോടി ചെലവഴിച്ചെന്ന് പറഞ്ഞേ? ബാക്കി 1.5 കോടി ആരുടെ പോക്കറ്റിലേക്കാണ് പോയതെന്ന് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങൾ ചോദിക്കണ്ടേ എന്നാണ് എൻ്റെ ചോദ്യം. ആർജവമുള്ള കോൺഗ്രസ്സുകാർ ചോദിക്കണ്ടേ? 3 ചില്ലറ കോടി മാത്രമേ ഭൂമിക്ക് ചെലവായിട്ടുള്ളൂ. ബാക്കി 5 കോടി എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള തുക ആര് കട്ടു? ഈ ചോദ്യം ചോദിക്കാത്തിടത്തോളം കാലം കോൺഗ്രസ്സുകാരെ നിങ്ങളെ ആ വയനാടിന്റെ പ്രേതം പിന്തുടരുക തന്നെ ചെയ്യും. ഇത്രയും പ്രിവിലേജ് ഉള്ള ഒരു വിഭാഗം, ഇത്രയും പ്രിവിലേജ് ഉള്ള കോൺഗ്രസ്സുകാർ നേതാക്കൾ കേരള സമൂഹത്തിൽ വേറെ ഇല്ല. കാരണം അവരോട് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് നിരാകരിക്കാം. മറ്റ് തിരിച്ചാണെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ഒരു അവസ്ഥ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇന്നലെ തന്നെ ഈ പറയുന്നത് പോലെ രാജു P. നായർ എന്ന് പറഞ്ഞ ഒരാൾ, ഉത്തരവാദിത്തപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ്, അത്രയധികം വികാര വിക്ഷോഭമായിരുന്നു ആ സ്ക്രീനിൽ മുഴുവൻ കാണിച്ചുകൊണ്ടിരുന്നത്. M. സ്വരാജ് ഒരു ഘട്ടത്തിൽ വിളിച്ച ശവന്തൂക്കി എന്നുള്ള പേരിൽ അത്രയധികം കൊണ്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആർക്കായാലും കൊണ്ടുപോകും, സ്വാഭാവികമായും മനസാക്ഷിയുള്ള ആർക്കായാലും കൊള്ളും. പക്ഷെ അതിന്റെ ബലത്തിൽ അത് തിരിച്ചു വിളിക്കാൻ ഉണ്ടായ അദ്ദേഹത്തിന്റെ ധൈര്യം എന്നുള്ളത് ഈ പാർട്ടിയുടെ അടുത്തും കണക്കുണ്ടാവില്ല എന്നുള്ള ധാരണയാണ്. പക്ഷെ അരമണിക്കൂറിനുള്ളിൽ ജനറൽ സെക്രട്ടറി ആ കണക്ക് വിട്ടതുകൂടി അങ്ങനെയില്ല. പക്ഷെ അങ്ങനെ ഒരു അവസരമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. ആ വെല്ലുവിളിയിലാണ് ആ കണക്കുകൾ മുഴുവൻ വന്നത്. അപ്പോൾ എല്ലാ കണക്കുകളും മുഖ്യധാരയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കോൺഗ്രസിന്റെ ഒരു പരസ്യവാചകമാണ് പൊതുജനം കഴുതയല്ല എന്നുള്ളത്. ഇത്തവണ മുഴുവനായും എല്ലാ ടിവിയിലും പരസ്യങ്ങളുമായിട്ട് പോകുന്നത് പൊതുജനം കഴുതയല്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും അവർ മനസ്സിലാക്കുകയും അങ്ങനെയല്ല, ഇനി അങ്ങനെയാണെങ്കിൽ തിരിച്ചത് ചോദിക്കുകയും ചെയ്യും. നിങ്ങൾ എന്താ ഇങ്ങനെയാണോ എന്ന് ജനങ്ങൾ ഇവിടെ ചോദിക്കുകയും ചെയ്യുന്നു. അത് വോട്ടിലൂടെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക. തീർച്ചയായിട്ടും ആ ഒരു വോട്ടിലൂടെ തന്നെ ഇവരോട് പറയണം, കോൺഗ്രസ്സുകാർ അറിയേണ്ട പൊതുജനം കഴുതയല്ല എന്നതാണ്.
ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടുത്തെ ആളുകൾ എന്നൊക്കെ ഒരു സാമാന്യ ബോധമെങ്കിലും ഇവർക്ക് വേണ്ടേ എന്നുള്ളതാണ്. എന്താ ഇല്ലാത്തത്? എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ അതന്നെ ചോദിക്കുന്നത്, എന്താ നിങ്ങൾ ഇത്ര അധികം പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കോൺഗ്രസ്സുകാരുടെ ഈ ചോദ്യം ചോദിക്കാത്തത്? ചോദിക്കണ്ടേ? അവരുത്തരം പറയാൻ ബാധ്യസ്ഥരല്ല സുഹൃത്തുക്കളെ. ആണ്, അവർ ബാധ്യസ്ഥരാണ്. ബൈ.